കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ രണ്ടുപേരും ജാതകം നോക്കിട്ടാണോ സ്നേഹിച്ചേ? ഇന്നെന്തിനാ ഈ കല്യാണത്തിന് ജാതകമൊക്കെ നോക്കുന്നേ? പറ ജോത്സരെ, എന്തിനാ പേടിക്കുന്നേ? ജോത്സരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറയേണ്ടത്, എങ്ങനാ പറയേണ്ടതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. ലോകത്തിൽ ഒരു ജാതകവും ചെറിയ ചെറിയ പോരായ്മകളില്ലാതെ ശുദ്ധജാതകമായ ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല മോനെ. പക്ഷേ ഈ പയ്യന്റെ ജാതകം മുഴുവൻ അശുഭമാ കാണിക്കുന്നത്. ജോത്സരെ, ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും പരിഹാരം കാണുമല്ലോ. ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പയ്യന്റെ ജാതകത്തില് ആപത്തെന്നല്ലാതെ മറ്റൊന്നും കാണാനില്ല. ജാതകം നോക്കി പറയുമ്പോ സത്യം തന്നെ പറയണം. കല്യാണം എന്നത് രണ്ടുപേരുടെ ജീവിതത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഇതിൽ കള്ളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ടാ ഇതെല്ലാം പറയണേ. ഈ വിവാഹം നടക്കാതിരിക്കുന്ന ആ ഉചിതം അമ്മേ. ജോത്സ്യരെ, എന്തുകൊണ്ടാ ഈ കല്യാണത്തിന് തടസ്സമുണ്ടെന്ന് പറയുന്നേ? ജാതകത്തിന്റെ കാര്യത്തില് കള്ളം പറയാൻ പാടില്ലെന്ന് ജോത്സ്യര് തന്നെയല്ലേ പറഞ്ഞത്? സത്യം എന്താന്ന് പറയൂ ജോത്സ്യരെ. പറയണോന്ന് തന്നെയാ, പക്ഷെ അത് എന്റെ ഭാഗമുണ്ട്. നാം എങ്ങനെ പറയുന്ന? ജോത്സരെ, ഇപ്പൊ ഇങ്ങനെ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഒന്ന് പറയൂ ജോത്സ്യരെ. ഈ ജാതക പ്രകാരം കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ നിങ്ങളുടെ മകൻ മരണപ്പെടും അമ്മേ. നിങ്ങളുടെ മകന്റെ ജാതകത്തിൽ മരണദോഷം ഉണ്ടമ്മേ.
ഒരു കാര്യം മറച്ചു വെച്ചിട്ടാ കല്യാണം നടത്തുന്നെങ്കിൽ സുമംഗലിയായിരിക്കേണ്ട വധുവിന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് ദുരന്തങ്ങളും മാത്രമായിരിക്കും. ഈ വിഷയം വരനും വധുവും വീട്ടുകാരും അറിയാൻ വേണ്ടിയാ ഇപ്പൊ പറയുന്നേ. എന്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്നോ? ജോത്സ്യരെ, ഇത് സത്യം തന്നെയാണോ? അതെ മോനെ, മോന്റെ ജാതകം നോക്കിയാ ഞാൻ ഈ പറഞ്ഞേ. എനിക്ക് കള്ളം പറയേണ്ട ഒരാവശ്യവും ഇല്ല മോനെ. നിങ്ങളാരും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് രണ്ട് വ്യക്തികളുടെയും രണ്ട് കുടുംബങ്ങളെയും ബന്ധിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്ക് ഈ കല്യാണം വേണ്ട. ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ട് പറയുന്നതല്ല ഇത്. ഞാൻ കാരണം ഭവാനിക്ക് ഇനി ഒരു തരത്തിലുള്ള വിഷമവും കഷ്ടപ്പാടും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർജുന്റെ തീരുമാനം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം പറയാൻ പോവുകയാണ്. ഞാൻ അർജുനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഭവാനി, കല്യാണം കഴിക്കുന്നത് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാനാണ്. നീ എന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് ആ സന്തോഷം കിട്ടില്ല ഭവാനി. എന്തൊക്കെ കാണും എന്തൊക്കെ കാണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അർജുൻ. ഞാൻ നിന്റെ കൈ കൊണ്ട് താലി കെട്ടാൻ കഴുത്തി നീട്ടി തരുന്നതല്ലാതെ ഞാൻ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കുകയില്ല, ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭവാനി, ഇതിങ്ങനെ എടുത്തു ചാടി എടുക്കേണ്ട ഒരു തീരുമാനമല്ല, ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ആയാൽ നിന്റെ അവസ്ഥ എന്താവെന്ന് ആലോചിച്ച് നോക്കൂ. ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, തൊട്ടടുത്ത നിമിഷം എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിഞ്ഞ ആർക്കും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്നോ, അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് വന്നോ, നിനക്ക് മുന്നേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അർജുൻ? ആ തോന്നലുകളൊന്നും സത്യമാണെന്ന് പറയാൻ കഴിയില്ല മോളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റുമോ? ജാതകത്തിനെ വിശ്വസിക്കണം വേണ്ടിയൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെങ്കിൽ കൂടി ഞാൻ എന്റെ അർജുനെ മാത്രമേ വിവാഹം കഴിക്കൂ.
നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ മനസ്സിലാക്കേണ്ടത്? പ്രേമം വേറെ, ജീവിതം വേറെ. സ്നേഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ പ്രേമം നിനക്ക് ശാപമായി മാറുമ്പോ ജീവിതത്തിൽ ഒരു നേട്ടവും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ശാപമായാലും പാപമായാലും എനിക്കത് അനുഗ്രഹമാണ്. ഭവാനി, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ വെറുതെ ദുരന്തം ഇങ്ങനെ എരന്ന് വാങ്ങല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തുന്ന ചെടി വാടിപ്പോയാൽ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാവും. അങ്ങനെയുള്ളപ്പോ നീ നിനക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ ഇല്ലാതാവുമ്പോ നിനക്ക് സഹിക്കാൻ പറ്റും. ജീവിതം എന്ന് പറയുന്ന വിശ്വാസം തന്നെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വിശ്വാസം സത്യമല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതാണ് ജീവിതം എന്ന് വിചാരിക്കുന്നതും ആ ജീവിതം തന്നെ വേണമെന്ന് ചിന്തിക്കുന്നതും മണ്ടത്തരമാണ് ഭവാനി. നീ പറഞ്ഞത് ശരിയാണ് അർജുൻ. എന്റെ വിശ്വാസങ്ങൾ അതേപടി നടന്നില്ലെങ്കിലും പക്ഷെ പ്രണയം സത്യമാണ്. നമ്മുടെ സ്നേഹം സത്യമാണ്. നിന്നോട് എനിക്ക് തോന്നിയ സ്നേഹം ഞാൻ മരിക്കുന്നത് വരെ അത് നിലനിൽക്കും എന്നുള്ളത് സത്യമാണ്. നമ്മുടെ സ്നേഹം സത്യമാണെന്നുള്ള വിശ്വാസത്തെ നീ മാറ്റാനൊന്നും ശ്രമിക്കാൻ നിൽക്കണ്ട. ഭവാനി, നിന്റെ വിശ്വാസം നിനക്ക് ജീവിതം തരാത്തപ്പോ ആ സ്നേഹം കൊണ്ട് ഒരു അർത്ഥമില്ലെന്ന് നീ എന്താ ചിന്തിക്കാത്തെ? ലുക്ക്, ലൈഫ് ഈസ് നോട്ട് ഓൺലി ലവ്, ലൈഫ് ഈസ് പ്രാക്ടിക്കാലിറ്റി. നീ സ്നേഹിച്ച ഞാൻ മരിച്ചു പോയാൽ ആ സ്നേഹത്തിന്റെ അർത്ഥം എന്താ? നിന്റെ ഒപ്പമില്ലാത്ത ആളിന് വേണ്ടി നീ കാണിക്കുന്ന സ്നേഹത്തിന് എന്ത് വില കിട്ടാനാ? ശരിക്കും ഞാൻ നിന്നെ എന്തുകൊണ്ടാ സ്നേഹിച്ചെന്നറിയോ? നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാന്, അതുപോലെ ഞാനും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയാ. നിന്റെ മുഖത്തോടെ ചിരിയല്ലാതെ നിന്റെ കണ്ണിലെ കണ്ണീര് കാണാൻ പാടില്ലെന്ന് വെച്ചാ സ്നേഹിച്ചത്. അതല്ലാതെ നിന്റെ ജീവിതം നശിച്ചു പോകാനും എനിക്ക് വേണ്ടി ടെൻഷൻ അടിക്കാനും എന്നും എന്നെ ഓർത്തിങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഒരു വിധവയെ പോലെ കഴിയാനുമല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. നീ നിന്റെ സ്നേഹത്തെപ്പറ്റി മാത്രം ആലോചിക്കാതെ ഒരു പ്രാവശ്യം എന്റെ മനസ്സിൽ നിൽക്കുന്ന കണ്ടൂടെ? നീ ആഗ്രഹിച്ചത് നടക്കണമെന്ന് മാത്രമല്ലാതെ എന്റെ ആഗ്രഹത്തിന് കൂടെ നിനക്കൊന്ന് ബലം കൽപ്പിച്ചൂടെ? സ്നേഹമെന്നത് ഒന്നിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാ, പാതി വഴിയിൽ കളയാനുള്ളതല്ല. ഒരുമിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ ഭവാനി, ആ ആഗ്രഹം ദൈവം കണ്ടില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ച തൻ്റെ അച്ഛപ്പ ഇല്ലാത്തത്. നമ്മുടെ നിശ്ചയത്തിന്റെ അന്ന് അമ്മ ബോധം കെട്ട് വീണത് നീ കണ്ടല്ലേ? കുറ്റിൽ എന്റെ ജാതകം വെച്ചപ്പോ അത് കാറ്റിൽ പറന്നു പോയത് നീ കണ്ടല്ലേ? ഇപ്പൊ എന്റെ ജാതകത്തില് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വിധവയാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജാതക പ്രകാരം കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ നിങ്ങളുടെ മകൻ മരിച്ചു പോവും അമ്മേ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ കല്യാണം നടക്കാതിരിക്കുന്ന ഭവാനി നല്ലത്. എന്റെ അച്ഛന് ആയുർദോഷം ഉണ്ടെന്ന് കൈനോട്ടക്കാരി എന്നോട് പറഞ്ഞിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ നടന്നു. പക്ഷെ നമ്മുടെ കല്യാണത്തിനും എന്റെ അച്ഛൻ മരിച്ചു പോയതും തമ്മില് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നത് കൊണ്ടാണ് അച്ഛൻ മരിച്ചു പോയെന്ന് നീ പറയുന്നെങ്കിൽ
നമ്മുടെ നിശ്ചയം കഴിഞ്ഞതിന്റെ അന്ന് നിന്റെ അമ്മ പെട്ടെന്ന് തല കറങ്ങി വീണതല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോഴും എന്തെങ്കിലും സംഭവിക്കേണ്ടതല്ലേ? മുറ്റിനു മുകളിൽ ജാതകം വെച്ചപ്പോ പറന്നു പോയത് അപശകുനമാണെന്ന് നീ ചിന്തിച്ചെങ്കിൽ നാഗദേവത വന്ന് നമ്മുടെ രണ്ടുപേരുടെയും ജാതകത്തില് പൊട്ടുവെച്ച് ആശീർവദിച്ചത് പറന്നുപോയി അർജുൻ. നാഗദേവത എന്റെ ഏട്ടത്തെ പൊട്ടുവെച്ച് ആശീർവദിച്ചത് കൊണ്ടാണ് മരിച്ചു പോയെന്ന് വിശ്വസിച്ച എന്റെ ഏട്ടൻ തിരികെ വന്നതറിയോ? അങ്ങനെയുള്ളപ്പോ നമ്മളെ ആശീർവദിച്ച നാഗദേവത തന്നെ നമുക്ക് എന്തിനാ ദ്രോഹം ചെയ്യുന്നത്? ഞാൻ പൂജ ചെയ്യുന്ന നാഗദേവത എന്നോട് ഈ ദ്രോഹം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും നിനക്കൊന്നും സംഭവിക്കാതെ നിന്നെ നന്നായി നോക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അർജുൻ. വിശ്വാസത്തെ പറ്റിയും സ്നേഹത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നാ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നീ മരിച്ചു പോവോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാം അർജുൻ. നീ എന്റെ ജീവനാണ് അർജുൻ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അർജുൻ. ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ് ഡോണ്ട് വറി. പ്ലീസ് റിലാക്സ്. ഏട്ടാ, ഞാൻ പൂജ ചെയ്യുന്ന നാഗദൈവങ്ങളിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് എല്ലാവരും മരിച്ചു പോയെന്ന് പറഞ്ഞ ഏട്ടന്റെ ജീവിതം തിരികെ പിടിച്ച് ഏട്ടനെ ഞങ്ങളുടെ മുന്നിൽ തിരികെ കൊണ്ടെത്തിച്ചത്. നമ്മൾ ആരാധിക്കുന്ന നാഗദൈവങ്ങള് എന്റെ അർജുന് ഒരു അബദ്ധം വരുത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരണോ ഏട്ടാ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പൂജ ചെയ്തോ, വ്രതം നോറ്റോ, നോമ്പെടുത്തോ, എന്റെ അർജുനെ ഞാൻ രക്ഷിച്ചോളാം. എന്റെ അർജുനെ ഒരാപത്തും കൂടാതെ കാത്തു രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്.
അർജുൻ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ കല്യാണം നടത്തി തരുവേട്ട. വിശ്വാസം തന്നെയാണ് പ്രധാനം ഭവാനി. ജാതകം കള്ളമല്ല എന്നുള്ള കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. മുത്തശ്ശി പറഞ്ഞത് സത്യമാണ്. പക്ഷേ ജാതകം സത്യമാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങള് സത്യമല്ലേ? ദൈവത്തെ പൂജിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായം ലഭിക്കില്ലേ? അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാ ദൈവത്തിനെ നിത്യവും പൂജിക്കുന്നത്? അല്ലെങ്കിൽ ജാതകത്തിനെ നമുക്ക് പൂജിച്ചാ പോരായിരുന്നോ? എന്റെ ഭക്തയായ ഭവാനിയുടെ കല്യാണം ഉടനെ നടക്കുമെന്നോർത്ത് ഞാൻ എന്തുമാത്രം സന്തോഷിച്ചതാണ്. പക്ഷെ അർജുന് ഇപ്പൊ എന്താ ദോഷമൊക്കെ ആണെന്ന് പറയുന്നത്? അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്നെ വിശ്വസിക്കുന്ന ഭവാനിക്ക് ഒരാപത്തും വരാൻ പാടില്ല. അവളെ ഞാൻ രക്ഷിക്കുക തന്നെ വേണം. അതല്ല മോളെ ഭവാനി, ഞങ്ങളെല്ലാവരും നീ നല്ല സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ കൂടി ജാതകത്തിൽ പറയുന്നത് സത്യമാകുമോന്ന് ഇവിടെ എല്ലാവർക്കും പേടിയുണ്ട്. അങ്ങനെ എങ്ങനെ സംഭവിച്ച അത് സഹിക്കാൻ കഴിയുമോ മോളെ? ഞങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ മറ്റാരെക്കാളും കൂടുതൽ വിഷമിക്കുന്നത് ഞാനായിരിക്കും അപ്പച്ചി. മോളെ ഭവാനി, ഞങ്ങളിപ്പോ വേണമെന്നോ വേണ്ടെന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പൊ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല മോളെ ഞങ്ങള്. എല്ലാം കുറച്ചു നാളൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് വേണോന്ന് ആലോചിക്കാം.